ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 5-6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു പഴത്തിനെ 3 പീസാക്കി നീളത്തിലാണ് അരിഞ്ഞു വെച്ചത് കേട്ടാ. ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു കായം പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചേർത്ത പൊടികളെല്ലാം ഈ മൈദയിൽ എല്ലായിടത്തേക്ക് ആവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ട കുത്താണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. വെള്ളം പോരായ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണട്ടോ അത് കലക്കിയെടുക്കാൻ. ഈ മാവ് ഇപ്പൊ നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര നീരും കൂടി ചേർക്കാം. ഇതും കൂടി കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പഴംപൊരി നന്നായി ക്രിസ്പി ആയി കിട്ടാൻ നമുക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. കുറച്ച് റവ, ഒരു 1/2 കപ്പ് റവ ഇതിൽ ചേർക്കാം. ഈ റവയും കൂടി അതിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. കട്ട കുത്താണ്ട് മിക്സ് ചെയ്യണേ. വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പിന്നെ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല കേട്ടോ. പാകത്തിനുള്ള മാവായി കിട്ടിയിട്ടുണ്ടായി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. ഇനി ഈ നുറുക്കി വെച്ച പഴങ്ങള് ഓരോന്നായിട്ട് എടുത്ത് ഇതിൽ മുക്കി അടുപ്പത്ത് വെളിച്ചെണ്ണ തിളച്ച് കിടക്കുന്നുണ്ട്, അതിലേക്ക് ഇടാം. കയ്യിൽ നിന്ന് വഴുതി പോണുണ്ട്, ശ്രദ്ധിച്ചിടണം. ഈ മാവില് പാകത്തിനുള്ള വെള്ളം പാടുള്ളൂ. മാവില് വെള്ളം കൂടി കുറച്ച് ലൂസായി കഴിഞ്ഞാൽ പഴക്കഷ്ണത്തുമായി മാവ് പിടിക്കില്ല. ഈ ഒരു ട്രിപ്പില് 4 പീസാണ് ഇട്ടത്. ഇത് ഈ എണ്ണയിൽ കിടന്ന് ഇനി മൊരിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഭാഗം മൊരിഞ്ഞാൽ പിന്നെ ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഈ കളറിൽ തന്നെ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പൊ ഇത് ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയൊന്നും തെറിക്കാണ്ട് സൂക്ഷിക്കണേ. ഇതിപ്പോ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കളറില് നല്ല മൊരിഞ്ഞ് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. അടുത്തത് ഞാൻ സ്പൂൺ കൊണ്ടാണ് എടുത്തിടുന്നത്. നേരത്തെ എന്റെ കയ്യിൽ നിന്ന് വഴുക്കി പോയിരുന്നേ. സ്പൂൺ കൊണ്ടാവുമ്പോ പെട്ടെന്ന് ഇടാനും പറ്റുന്നുണ്ട്. ഈ ട്രിപ്പിലും 4 എണ്ണം വീതിടാം. നേരത്തെക്കാളും കുറച്ചും കൂടി കളർ വ്യത്യാസത്തിൽ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതപ്പോ ഒന്ന് മറച്ചിട്ട് വേവിക്കാം. ഇതിപ്പോ നല്ല പോലെ മൊരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇത് ഇനി കോരിയെടുക്കാം. അടുത്തത് എല്ലാം ചെറിയ പീസുകളായിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇതും അതുപോലെ തിരിച്ചു മറിച്ചിട്ട് മൊരിച്ച് കോരിയെടുത്തു. പഴം നല്ല മധുരമുള്ളതായിരുന്നു. പിന്നെ പഴം മുക്കിയ മാവിലും നമ്മൾ കുറച്ച് ശർക്കര നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നല്ല മധുരമുള്ളതും നല്ല ക്രിസ്പി ആയതും നല്ല കാണാൻ ഭംഗിയുള്ളതായ ഈ പഴംപൊരി ഇവിടെ റെഡി. ഇനി ഇതിരുന്ന് കഴിക്കേ വേണ്ടു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.